രാവിലെ കോഴിക്കുട്ടി ചെന്ന് നോക്കിയപ്പോൾ ഒരു കോഴി ചത്തെടുക്കുകയാണ്. ബാക്കി കോഴികളെല്ലാം പുറത്തിറക്കി. അവർ പതുക്കെ പതുക്കെ തന്നെ ഇറങ്ങി തുടങ്ങി. പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ അവരൊക്കെ ഒരു സൈഡിലേക്ക് മാറിയിരിക്കുകയാണ് കേട്ടോ. എനിക്ക് നല്ല സങ്കടമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിനെ കുഴിച്ചിടുകയാണ് കേട്ടോ. പാവം, നമ്മൾ ഇത്രയും വലുതായി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചത്തു പോകുമ്പോഴേ ഇതിപ്പോൾ എന്താ പറ്റിയെന്ന് അറിയില്ല. ഇനി കൊത്തി കൊന്നതാണോ അങ്ങനെ എന്താ പറ്റിയേക്കണേന്ന് അറിയില്ല. കൂട്ടിൽ നിന്ന് ഇപ്പോൾ പുറത്തിറക്കി തുടങ്ങി എല്ലാത്തിനും. ഇറങ്ങുന്നത് തന്നെ ഇറങ്ങിക്കോളും. പിന്നെ നമ്മൾ പിടിച്ച് കയറ്റണം. നമ്മളാ പണ്ട് നട്ട ലോങ്കനാണ്, അത് മുളച്ചിട്ടുണ്ട്. പിന്നെ കോവയ്ക്ക് കൊളുത്തി പപ്പടമൊക്കെ ചറപറാന്ന് കീറിയിട്ടു. അത് നല്ലപോലെ വറുത്തെടുത്തു. അതിൻ്റെ ഇടയിൽ കോവയ്ക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ കുഞ്ഞായിട്ട് കീറിയെടുക്കുമ്പോഴത്തെ ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ കുറേ ഉള്ള പോലെ തോന്നും. പിന്നെ കറുമുറാന്ന് തിന്നാലോ. അങ്ങനെ വറുത്ത പപ്പടത്തിനെ എല്ലാം വയറ്റിലേക്ക് യാത്രയാക്കാൻ അണിയിച്ചൊരുക്കി റെഡിയാക്കി നിർത്തി അടച്ചു വെച്ചു. കോവയ്ക്കേനെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സമാധാനിപ്പിച്ചും തോരനാക്കി വെച്ചു. പിന്നെ ഉള്ളത് മീൻ വറുക്കലായിരുന്നു. അപ്പോൾ ആ മീനും വറുത്ത് ശരിയാക്കി വെച്ചു. ഇത് പിറ്റേ ദിവസമാണ്, ജോലിക്ക് പോകാനുള്ളതാണ്. ഇട്ടിരിക്കുന്ന ഉടുപ്പും കൈ കെട്ടിക്കണ വാച്ചും ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്താണ്. ഈ വാച്ച് കാണാൻ നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ. വില കുറവാണല്ലോ, അത് ഫീലേ ഇല്ല. ഇപ്പം എപ്പോൾ ബൈക്കിൽ കയറി കഴിഞ്ഞാലും അപ്പോൾ തന്നെ പറയണം മറ്റേ സംഭവമാണ്. കുഞ്ഞിക്കുനല്ലൊരു സംഭവമില്ല ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത്. ഞാൻ വേണമെങ്കിൽ ഹോണൊക്കെ അടിച്ച് തരാം കേട്ടോ. ആ സംഭവമാണത്. എന്നെ ആട്ടണേണ കേൾക്കണം.